സുഗന്ധഗിരി മരമുറി കേസിൽ 3 പേരെ അറസ്റ്റ് ചെയ്തു. കണിയാമ്പറ്റ സ്വദേശി പ്രിൻസ്, വൈത്തിരി സ്വദേശി അബു ത്വാഹിർ, കോഴിക്കോട് സ്വദേശി സുധീർ കുമാർ എന്നിവരെയാണ് ഇപ്പോൾ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തതെന്ന് വാർത്ത വരുന്നു. സുർജിത്ത് അയ്യപ്പത്ത് നമുക്കൊപ്പം തത്സമയം ചേരുന്നു. സുർജിത്ത്, ഈ അറസ്റ്റ് ഏത് സാഹചര്യത്തിലാണ് ഉണ്ടായിരിക്കുന്നത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഈ മരമുറിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് വനംവകുപ്പ് രൂപം നൽകിയിട്ടുണ്ട്. അതിൽ DFOമാർ ഉൾപ്പെട്ട ഒരു സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത്. മാത്രമല്ല, ഈ കേസിലെ 6 പ്രതികളുടെ ജാമ്യാപേക്ഷ ഇന്ന് കൽപ്പറ്റ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് നിർണായകമായ മറ്റ് അറസ്റ്റ് കൂടി നടക്കുന്നത്. വൻ തടികൾ, അതായത് ഈ വൻ മരങ്ങളാണ് ഈ മേഖലയിൽ സുഗന്ധഗിരി മേഖലയിൽ മുറിച്ചിട്ടുള്ളത്. ഇത് കടത്താൻ ഉപയോഗിച്ച ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്ത ആളുകളെയാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്ന് പുലർച്ചെ പിടികൂടിയിരിക്കുന്നത്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ പ്രിൻസ് എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ ഉടമ എന്നുള്ളതാണ് പറയുന്നത്. ഈ ക്രെയിനിൻ്റെ ഉടമ എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. കണിയാമ്പറ്റ സ്വദേശിയാണ്. അതോടൊപ്പം തന്നെ ഈ അബു ത്വാഹിർ എന്ന് പറയുന്ന ആൾ ഇത് കൊണ്ടുപോകാൻ ഉപയോഗിച്ച ട്രാക്ടർ ഓടിച്ചിരുന്ന ആളാണ്. ഒപ്പം തന്നെ ഈ മറ്റൊരാൾ സുധീർ കുമാർ എന്ന ആളാണ്, കോഴിക്കോട് സ്വദേശിയാണ്. ഇയാൾക്കും ഈ കേസുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പിൻ്റെ സ്ഥിരീകരണം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് റേഞ്ച് ഓഫീസർ നീതുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് പുലർച്ചെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ അറസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല, ഇന്ന് 6 പേരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കൽപ്പറ്റ കോടതി വാദം കേട്ട ശേഷം ഇന്ന് വിധി പറയാൻ ഇരിക്കെയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. വാരിയാട് സ്വദേശി ഇബ്രാഹിം, മീനങ്ങാടി സ്വദേശി അബ്ദുൽ മജീദ്, മാണ്ടാട് സ്വദേശി ചന്ദ്രദാസ്, മണൽവയൽ സ്വദേശി അബ്ദുൽ നാസർ, കൈതപ്പൊയിൽ സ്വദേശി അസൻകുട്ടി, എരഞ്ഞിക്കൽ സ്വദേശി ഹനീഫ എന്നിവരാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികൾ. ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഇന്ന് കോടതി വിധി പറയുക. എന്തായാലും വനം വകുപ്പ് കുറെ കൂടി ജാഗ്രതാപരമായ ഇടപെടൽ നടത്തുന്നു. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുന്നു, നടപടിയിലേക്ക് കിടക്കുന്നു. 100-ലധികം മരങ്ങളാണ്, 20 മരങ്ങൾ വീടിന് ഭീഷണിയായ 20 മരങ്ങൾ മുറിക്കുന്നതിൻ്റെ മറവിൽ 100-ലധികം മരങ്ങളാണ് സുഗന്ധഗിരിയിൽ നിന്ന് മുറിച്ചു കടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നു വനംവകുപ്പ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള അറസ്റ്റ് നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു.